അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ തലപ്പത്ത് ആദ്യമായി വനിത എത്തുമോ? സംഘടനയുടെ പുതിയ പ്രസിഡന്റ് ആരാകുമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ശ്വേതാ മേനനും ദേവനും തമ്മിലാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം. ഏറെ വാശിയേറിയ പ്രചാരണത്തിനും ആരോപണ പ്രത്യാരോപണങ്ങൾക്കൊടുവിൽ വോട്ടെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. 4 മണിക്കാണ് ഫലപ്രഖ്യാപനം. മികച്ച ഭരണസമിതിയെ പ്രതീക്ഷിക്കുന്നതായി മോഹൻലാൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിച്ചു. ആദ്യം പ്രതികരണങ്ങളിലേക്ക്. നമ്മുടെ മെമ്പേഴ്സിൻ്റെ അഭിപ്രായം അനുസരിച്ച് ഒരു കമ്മിറ്റി വരും. അത് നല്ല രീതിയിൽ അമ്മ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകും. ഇത് ആരും ഇതിൽ നിന്ന് വിട്ടൊന്നും പോയിട്ടില്ല. എല്ലാവരും ഇതിലുണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് ഏറ്റവും നല്ല ഒരു ഭരണം കാഴ്ചവെക്കുന്ന ആണ് എൻ്റെ വിശ്വാസം. അങ്ങനെ സംഭവിക്കും. തീർച്ചയായിട്ടും ഉണ്ടല്ലോ, ആത്മവിശ്വാസമില്ല. എല്ലാവരുടെ അടുത്ത് വോട്ട് ചോദിച്ചിട്ടുണ്ട്. അത് മുമ്പില്ലാത്ത ഒരു ഗൗരവമേറിയ ഒരു ഇലക്ഷനാണത്. വാശിയല്ല, ഗൗരവമേറിയ ഒരു ഇലക്ഷനായിട്ട് എനിക്ക് തോന്നുന്നു. അമ്മ നല്ലോണം നടത്തിക്കൊണ്ടുപോകാൻ പറ്റിയ ആൾക്കാരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അമ്മ നടത്തിക്കൊണ്ടുപോകാൻ ഒരു ലാലേട്ടൻ ഉണ്ടായപ്പോൾ അത് ഭംഗിയായിട്ട് നടന്നു. ഇന്നസെന്റ് ചേട്ടൻ ഭംഗിയായിട്ട് കൊണ്ടു നടന്നു. ഇനി അടുത്ത ആൾക്കാരെ എങ്ങനെ കൊണ്ടു നടക്കും എന്നുള്ളതാണ് ഇഷ്ടം. കഴിവുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് മത്സരിക്കുന്നത്. അവരെ ജയിപ്പിക്കുക. വനിതാ നേതൃത്വം പ്രസിഡന്റ് ആയാലും ജനറൽ സെക്രട്ടറി ആയാലും എന്തായാലും നമ്മളതിൻ്റെ കൂടെ ഉണ്ടാവും. വനിതകൾ വരുന്നത് നല്ല കാര്യമാണ്. ലാൽ സാറ് വരണമല്ലോ, വരും, തീർച്ചയായിട്ടും വരും, തീർച്ചയായിട്ടും വരും. അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് ഉള്ളവർ തന്നെയല്ലേ എല്ലാ സംഘടനയിലുള്ള പോലെ ഒരു ഏതാ അല്ല, ഇപ്രാവശ്യം സാധാരണ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ്. തീർച്ചയായിട്ടും അതെ. പക്ഷെ അത് പിന്നെ ഇതിനകത്ത് ഉള്ളിലുള്ള ഒരാൾക്കാരുടെ ഒരു കാര്യമായിട്ട് തന്നെ അല്ല, വരണം. എല്ലാവരും അതിനകത്ത് നിൽക്കുന്നവര് ഇപ്പോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഒരു ഇലക്ഷൻ നടന്നല്ലോ. അപ്പൊ അതിൽ ആ മെമ്പേഴ്സിന് സ്വീകാര്യമാകുന്ന ആൾക്കാരാണല്ലോ അതിൽ തെരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇതിനകത്ത് സ്വീകാര്യമായ ആളുകൾ തെരഞ്ഞെടുക്കപ്പെടണം. തീർച്ചയായിട്ടും അത് തന്നെ. പ്രത്യേകതയില്ല. അല്ല, ഇപ്പൊ നമ്മൾക്ക് എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം മാത്രം പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് അതിൽ അംഗങ്ങൾക്ക് സ്വീകാര്യമാകുന്ന ആൾക്കാർ ജയിച്ചു വരട്ടെ, അവരെ വിജയിപ്പിക്കട്ടെ. നമ്മുടെ പ്രതിനിധി അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നു. അഭിനന്ദ്, ഒരു തട്ടുവെളുപ്പൻ സിനിമയിലെ എല്ലാ ചേരുവകളും നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലമായിരുന്നു. ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, പോലീസ് കേസുകൾ, കോടതി കയറൽ, അങ്ങനെ ഒടുക്കം അതിന്റെ ക്ലൈമാക്സിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എങ്ങനെയാണ് സ്ഥാനാർത്ഥികളുടെ പ്രതീക്ഷകൾ? അമ്മ ആര് നയിക്കും? സുഹൈൽ, ഏമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന ആഞ്ഞു വീശിയ കൊടുങ്കാറ്റിൽ താളം തെറ്റിയ സംഘടനയായിരുന്നു അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിനകത്താണ് തിരഞ്ഞെടുപ്പിലേക്ക് പോകാമെന്ന് മോഹൻലാൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് തിരഞ്ഞെടുപ്പ് കാര്യത്തിലേക്ക് കടന്നത്. ആ തിരഞ്ഞെടുപ്പ് കടന്നിരുന്ന സമയത്ത് മുതൽ ആരോപണ പ്രത്യാരോപണങ്ങൾ, വാദപ്രതിവാദങ്ങൾ, വാഗ്വാദങ്ങൾക്കൊക്കെ സാക്ഷിയായിരുന്നു അമ്മ സംഘടന മുഴുവൻ. ആദ്യം ആരോപണ വിധേയർ മത്സരിക്കരുതെന്ന ഒരു വിഭാഗം രംഗത്തെത്തുന്നു. പിന്നാലെ ബാബുരാജ് അടക്കം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നു. കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പത്രിക സമർപ്പിച്ച അന്ന് മുതൽ ഒരു വിഭാഗം ആരോപണവുമായി എത്തി. മെമ്മറി കാർഡ് വിവാദമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്ത്രീകളുടെ ദുരനുഭവങ്ങൾ പങ്കുവെച്ച വീഡിയോ റെക്കോർഡ് ചെയ്ത മെമ്മറി കാർഡ് എവിടെ എന്നുള്ള ചോദ്യവുമായി സ്ത്രീകൾ ഒരു വിഭാഗം രംഗത്തെത്തുന്നു. ഏറ്റവും ഒടുവിൽ ശ്വേതാ മേനോനെതിരായ പരാതി. അങ്ങനെ ആകെ സംഭവ ബഹുലമായിരുന്നു അമ്മയിലെ തെരഞ്ഞെടുപ്പ്. ഒരു രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള പോരാട്ടത്തിന് സമാനമായിരുന്നു തരത്തിൽ അമ്മ സംഘടനയിലെ അംഗങ്ങൾ തമ്മിലുള്ള പോരാട്ടം. അതിനാണ് ഇപ്പോൾ ഒടുവിൽ ഉത്തരം ലഭിക്കാൻ പോകുകയാണ്. അല്പസമയത്തിനകം തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. 2:30 കൂടിയായിരിക്കും വോട്ടെണ്ണൽ ആരംഭിക്കുക. 3:30 ഏകദേശം ഫലം പുറത്തുവരും. ഏതാണ്ട് 4 മണിയോടുകൂടിയായിരിക്കും വാർത്താ സമ്മേളനത്തിൽ ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തുക. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വനിത വരുമോ എന്നതാണ് മലയാള ചലച്ചിത്ര ലോകം, മലയാളികൾ ഒന്നടങ്കം ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും പ്രധാനമായും ശ്വേതാ മേനോനും ദേവനും തമ്മിലായിരുന്നു മത്സരമുണ്ടായിരുന്നത്. ഇതിനകത്ത് തന്നെ ദേവന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉണ്ടെന്ന് ദേവൻ അവകാശപ്പെടുന്നു. ശ്വേതാ മേനോന് കൂടുതൽ പിന്തുണയുണ്ടെന്ന് ശ്വേതാ മേനോൻ പറയുന്നു. ശ്വേതാ മേനോനെ പിന്തുണച്ചൊരു വിഭാഗം എത്തുന്നു, ദേവനെ പിന്തുണച്ച് മറ്റൊരു വിഭാഗം എത്തുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രവീന്ദ്രനും കുക്കു പരമേശ്വരനും തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തല, നാസർ ലത്തീഫ്, ലക്ഷ്മിപ്രിയ എന്നിവർ മത്സരരംഗത്തുണ്ട്. ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി ശിവപാലും അനൂപ് ചന്ദ്രനും മത്സരിക്കുന്നു. അങ്ങനെ ഈ 31 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും അധികം ആളുകൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതും ഒടുവിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നതിനകത്ത് സംഘടനയിൽ ചേരിതിരിഞ്ഞുള്ള പോരാട്ടത്തിലേക്കളം ഒരുങ്ങുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നതിന്റെ ഇടയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ നീങ്ങുന്നത്. എന്തായാലും കൊച്ചി ലുലു മാരിറ്റ് ഹോട്ടലിലെ ഏതാണ്ട് 296 അംഗങ്ങൾ ആണ്. ആകെ 506 അംഗങ്ങളുടെ സംഘടനയിൽ 298 അംഗങ്ങളാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഏതാണ്ട് 4 മണിയോടുകൂടിയായിരിക്കും വാർത്താ സമ്മേളനത്തിൽ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുക. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വനിത എത്തുമോ, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വനിത എത്തുമോ എന്നുള്ള ചോദ്യമാണ് ഇനി ബാക്കിയുള്ളത്. ഏറ്റവും ഒടുവിൽ വോട്ട് ചെയ്തത് ഗിന്നസ് ബക്രു ആയിരുന്നു. എന്തായാലും
അല്പസമയത്തിനുള്ളിൽ തന്നെ അന്തിമ ചിത്രം നമുക്ക് ലഭ്യമാകും. സുഹൈൽ, എന്തായാലും ഈ അടുത്ത കാലത്തൊന്നും അമ്മയിലെ തെരഞ്ഞെടുപ്പ് ഇത്രത്തോളം അല്ലെങ്കിൽ ഇത്രത്തോളം മാധ്യമശ്രദ്ധയൊന്നും പിടിച്ചു പറ്റിയിട്ടില്ല. എന്തായാലും ഈ വിജയ അവകാശവാദങ്ങൾക്ക് പ്രതീക്ഷകൾക്ക് മണിക്കൂറുകൾ മാത്രമാണ് ആയുസുള്ളൂ. 2 മണിക്കൂർ കഴിഞ്ഞാൽ ഫലപ്രഖ്യാപനം ഉണ്ടാകും. അമ്മയെ വനിത നയിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. വൈ എസ് അഭിനന്ദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.